നീ ഇന്ന് കോളേജിൽ വരുന്നില്ലേ? എല്ലാവരും പോയി. നീ പോയിക്കോ, ഞാൻ എന്ത് വന്നിട്ട് വരാം. ഈ എന്തു ഇന്ന് എന്താ ഇത്ര താമസിക്കുന്നത്? മോൻ കരയല്ലേ? ചേച്ചി പോയി മോന്റെ ചേച്ചിക്ക് ഫോൺ ചെയ്തിട്ട് വരാം. മമ്മി എന്താ മോനെ കാണാൻ വരാത്തെ? മമ്മി മായേ, ആരാ മമ്മി ഈ ആന്റി? ഈ കുട്ടി നിന്റെ ഇത് മമ്മി ഇവിടെ ഇല്ലെന്ന് ഡാഡി എന്നോട് നുണ പറഞ്ഞു അല്ലേ? എല്ലാം ഈ അച്ഛന്റെ തെറ്റാണ് മോളെ. നിന്റെ അസുഖം ഭേദമാവില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ നിന്റെ മോളുടെ ഭാവിക്ക് വേണ്ടി മായയ്ക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ ഈ അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് മോളെ. ഹലോ, ഡോക്ടർ തോമസ് മാത്യു അല്ലേ?
വരൂ, നമുക്ക് പുറത്തേക്ക് പോവാം. ഞാൻ ഒരു സെഡറ്റീവ് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഉറങ്ങട്ടെ. ഉണരുമ്പോൾ വിളിച്ചാൽ മതി. നീ ഇപ്പൊ അങ്ങോട്ട് പോകണം. ഇല്ല ഇളയച്ച, ശാലിനി ഒന്നും ചെയ്യില്ല. ഒന്നുമില്ല ഇളയച്ച. ഇപ്പോൾ ഉറക്കമാണെന്ന് തോന്നുന്നു. മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. വേണ്ട, നിങ്ങളിവിടെ വന്നാ മതി. നിങ്ങളെയൊക്കെ കാണുമ്പോ വീണ്ടും ശാലിനി ശാലിനി നിങ്ങൾ ആരാണ്? പോകാൻ, ഇവിടെ പോകാൻ, പോകാൻ. പോകൂ, എന്റെ അടുത്ത് വരരുത്. ശാലിനി, പോകാൻ, പോകാൻ. I say stop it. ശാലിനി നന്നായി അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മറന്നുപോയി. വർഷങ്ങളായി പലതരത്തിലുള്ള മാനസിക രോഗികളുടെ ഇടയിൽ കഴിയുന്ന ഒരു ഡോക്ടറെ അടുത്താണ് അഭിനയിക്കുന്നതെന്ന്. ഡോക്ടർ,
ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ? ഞാൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഒരു നിമിഷം ശാലിനി ഭ്രാന്ത് അഭിനയിക്കുകയാണെന്നുള്ള കാര്യം മറന്നുപോയി. ഞാൻ നിങ്ങളുടെ ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ്. ശാലിനിയുടെ വിഷമം എനിക്കറിയാം. പക്ഷേ ഇത് അതിനുള്ളൊരു പരിഹാരമാകുമോ? ആകും ഡോക്ടർ. ഡോക്ടർ എന്നെ സഹായിച്ചാൽ. ഞാൻ സഹായിച്ചാലോ? അതെ, എനിക്ക് പിന്നെയും പഴയ അസുഖം തുടങ്ങിയെന്ന് ഡോക്ടർ പറയണം. ഞാൻ വീണ്ടും ഭ്രാന്തിയായെന്ന്. വർഷങ്ങളായി ഞാൻ കഴിഞ്ഞ ആ ഹോസ്പിറ്റലിലേക്ക് എന്നെ വീണ്ടും കൊണ്ടുപോകണം. What do you mean? I am a doctor. ഒരു ഡോക്ടർക്ക് അതൊരിക്കലും ചെയ്തുകൂടാ. പ്ലീസ് ഡോക്ടർ, എനിക്ക് വേണ്ടി അല്ലെങ്കിലും എന്റെ മായയ്ക്ക് വേണ്ടി. വിവാഹ ദിവസം തന്നെ വിധവയായ അവൾക്ക് ജയേട്ടനൊരു ജീവിതം കൊടുത്തു. ഞാനത് അറിഞ്ഞാൽ ദുഃഖിക്കുമെന്നാണോ നിങ്ങൾ കരുതിയത്? അവളുടെ ജീവിതം തട്ടിപ്പറിക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്റെ ഇന്ദുമോൾ, അവളെ ഞാൻ പ്രസവിച്ചെന്നേ ഉള്ളൂ ഡോക്ടർ. വളർത്തിയത് എന്റെ മായയാണ്. ഞാൻ എന്റെ മകൾക്ക് ഒരു ഓർമ്മ മാത്രമാണ്. ശാലിനി, എന്തൊക്കെയായാലും ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടർ ഈ കുടുംബത്തിന്റെ നല്ല സുഹൃത്താണെന്ന്. അത് വെറും ഭംഗിവാക്കല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ചേട്ടന് വേണ്ടി, മായയ്ക്ക് വേണ്ടി ഡോക്ടർ ഇത് ചെയ്യണം. ഞാൻ അസുഖം മാറി ഇവിടെ വന്നതൊക്കെ ഒരു ദുസ്വപ്നം പോലെ എല്ലാവരും മറന്നോളൂ. പ്ലീസ് ഡോക്ടർ. ഹലോ, ഹോസ്പിറ്റലല്ലേ? ഡോക്ടർ തോമസ് മാത്യു. ഒരു ആംബുലൻസ് അയക്കണം മിസ്റ്റർ ജയദേവന്റെ വീട്ടിലേക്ക്. മിസ്സസ് ജയദേവിന് വേണ്ടി ഒരു റൂം ശരിയാക്കണം. ഡോക്ടർ, എന്തു പറ്റി? ഐ എം സോറി ജയദേവ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ശാലിനിക്കൊരു ഷോക്ക് ഉണ്ടാകരുതെന്ന്. ജയേട്ട, എന്നോട് ക്ഷമിക്കൂ. ജയേട്ടനോടൊത്തുള്ള ഈ ജീവിതം ശാലിനിയുടെ അനുവാദമില്ലാതെ ഞാൻ കടം വാങ്ങിയതാണ്. അവൾ ആവശ്യപ്പെടാതെ തന്നെ ഞാനത് അവൾക്ക് തിരിച്ചു കൊടുക്കുന്നു. ശാലിനി ഇപ്പോൾ ഒരു മനോരോഗിയായി അഭിനയിക്കുകയാണ്. ജയേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ മിന്നിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ഈ നാടകത്തിന് തിരശ്ശീലയിടുന്നു. എന്റെ മോൻ ഉണ്ണിക്കുട്ടൻ ശാലിനിയുടെ മോനല്ലേ? ഞാനവനെ അവളെ ഏൽപ്പിക്കുന്നു. മായ.